ഇസ്ലാമിന്റെ നിയമങ്ങൾ പല രൂപത്തിലുള്ള നിയമങ്ങളുണ്ട്. അതിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ 3 രൂപത്തിൽ ഖുർആൻ പറഞ്ഞത് കാണാം. ഒന്ന് ഖിസാസ് എന്നാണ് പറയുക, ജീവൻ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ മറ്റ് അവയവങ്ങളെ നഷ്ടപ്പെടുത്തുക ചെയ്താൽ അതിനാണ് ഖിസാസ്, പ്രതിക്രിയ എന്ന് പറയും. അതുപോലെ തന്നെ ഹദ് എന്ന് പറയും. 7 ഇനം വൻകുറ്റങ്ങളുണ്ട്. അതിലൊന്ന് വ്യഭിചാരമാണ്, മറ്റൊന്ന് ഒരു നല്ല മനുഷ്യനെ പറ്റി വ്യഭിചാരം ആരോപിക്കുകയാണ്, മറ്റൊന്ന് മദ്യം സേവിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അത് സമൂഹത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അങ്ങനത്തെ കുറ്റവാളികളെ ഹദ്ദടിക്കുക എന്ന് പറയും. അത് രണ്ടാമത്തതാണ്. ഹദ്ദില്ലാത്ത ചില വിഷയങ്ങളുണ്ട്, ഖിസാസ് ഇല്ലാത്ത ചില കുറ്റകൃത്യങ്ങളുണ്ട്. അത് ഭരണാധികാരികൾക്കും ഖാദിമാർക്കും അവർ മസ്ലഹത്തിനനുസരിച്ച് താസീർ, നല്ല നടപ്പിന് ശിക്ഷിക്കുക എന്ന് പറയുന്ന 3 ഇനം കാര്യങ്ങളുണ്ട്. അതിൽ നടുവിലുള്ള ഹദ്, അതിൽ ശഫാഅത്ത് പറ്റൂല, അതിൽ റെക്കമെൻഡ് പറ്റൂല. അതിലൊരു പണ്ഡിതനോ ഒരു ഖാലിയോ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂല. ഇമാമിന്റെ അടുക്കൽ, ഖാലിയുടെ അടുക്കൽ ആ കുറ്റകൃത്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ശിക്ഷകരും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ഹദ്ദുകളാണ്. അത് 7 ഇനങ്ങളിൽ മാത്രം പ്രത്യേകമായതാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ വരെ കാണാം.